സിറൈ മൂവിയിലെ നായകൻ വിക്രം പ്രഭു തന്നെയാണോ? അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സിറൈ മൂവിയെ കുറിച്ചിട്ടാണ്. ഞാൻ ഈ അടുത്ത് 2-3 ദിവസം മുന്നെയാണ് സിറൈ മൂവി കണ്ടത്. അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ചെറിയൊരു ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും സിറൈ മൂവിയിലെ നായകനായിട്ട് കാണിക്കുന്നത് വിക്രം പ്രഭുവിനെയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മുടെ മലയാള സിനിമകളിൽ തന്നെ മറ്റ് സിനിമകളിലായാലും നമുക്ക് നോക്കിയാൽ കാണാം, നായകൻ്റെ പാസ്റ്റ് അറിയുന്നുള്ള, അല്ലെങ്കിൽ നായകൻ്റെ കഥ അറിയുമ്പോഴത്തേക്ക് നായകന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പോലീസുകാരൻ നമ്മളെ മിക്ക സിനിമകളിലും കണ്ടിട്ടുണ്ട്. ജയിലിൽ വരുന്ന പോലീസുകാരൻ ചിലപ്പോൾ നായകനോടുള്ള ഒരു താല്പര്യം, അതിൻ്റെ പാസ്റ്റ് അറിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സിമ്പതി. അപ്പോൾ നായകനെ സഹായിക്കുന്ന ഒരു പോലീസുകാരൻ, സെയിം ആ റോള് തന്നെയാണ് വിക്രം പ്രഭു സിറൈ മൂവിയിലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വിക്രം പ്രഭുവാണ് നായകൻ എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ആ പയ്യൻ തന്നെയാണ് നായകൻ. മറ്റേ കുട്ടിയാണ് അനിഷ്മ, നമ്മുടെ മലയാളത്തിലെ കുട്ടിയാണ്, അവൾ തന്നെയാണ് നായിക എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കണ്ട പലർക്കും തോന്നിയിട്ടുണ്ടാവും അങ്ങനെ. അവരാണ് ഇതിലെ മെയിൻ റോൾസ്. വിക്രം പ്രഭു ഒരു സ്റ്റാർ വാല്യൂ കുറച്ച് അവരെക്കാളും കൂടുതലുള്ള ഒരു നടനാണ്. അപ്പോൾ ഞാൻ നായകനായിട്ട് കൺസിഡർ ചെയ്യുന്നത് അബ്ദുൾ റഫ് എന്ന ക്യാരക്ടർ അഭിനയിച്ച ആ പയ്യനാണ്. അപ്പോൾ സിനിമയിൽ രണ്ടുപേരുടെയും അഭിനയം ഒരു രക്ഷയിൽ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടത് ലേറ്റായിട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ ഫസ്റ്റ് സിനിമയാണ്, അല്ലെങ്കിൽ അനിഷ്മയുടെ ഫസ്റ്റ് തമിഴ് സിനിമയാണോ എന്ന് തോന്നിക്കത്തക്ക വിധം, ഒരു ഡൗട്ടില്ലാത്ത വിധത്തിലാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്. സിനിമയുടെ തുടക്കം സ്റ്റാർട്ടിങ്ങിനും പോകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഒരു ലാഗാണ് ഫീൽ ചെയ്തത്. പക്ഷെ അതിന് ശേഷം പിന്നീട് നമുക്ക് കണക്ട് ചെയ്ത് ഒരു ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ ഒരു കൊച്ചു സിനിമയാണെങ്കിലും അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും പെർഫോമൻസ് ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള പഴയൊരു കാലഘട്ടത്തിലുള്ള കഥയാണ് കാണിക്കുന്നതെങ്കിലും ഒരു സൂപ്പറായിട്ടുണ്ട്. പഴയൊരു കാലഘട്ടം ഒന്നുമല്ലല്ലോ, ഒരു പഴയ ഒരു ഏരിയ, അതായത് വളരെ പഴയ കാലഘട്ടത്തിൽ എന്തുണ്ടല്ലോ, നമ്മൾ ചേരി പോലെ കഴിഞ്ഞിരുന്ന ആ പണ്ടത്തെ അപ്പുറത്തിപ്പുറമുള്ള പകയും അതിനെയൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരിതാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ് നിരീശ്വരവാദിയും ഒരു ഹിന്ദു പെൺകുട്ടിയും ഒരു മുസ്ലിം പയ്യനും അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യം നിരീശ്വരവാദി ഒരുക്കി കൊടുക്കുന്നതായിട്ട്. പക്ഷേ എനിക്ക് വിക്രം പ്രഭു അതിൽ നിരീശ്വരവാദിയാണെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ ആ പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വരുന്നില്ല എന്ന് വിക്രം പ്രഭുവിനോട് ചോദിക്കുമ്പോൾ പറയുന്നത്, എനിക്കിതൊരു ദൈവം കഷ്ടപ്പാട് തന്നിട്ടില്ല, അതുകൊണ്ട് ഞാനെന്തിനാണ് ദൈവത്തെ ബുദ്ധിമുട്ടിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം വിക്രം പ്രഭു നിരീശ്വരവാദിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ശരി, ആ ഒരു ഫ്രെയിം അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കൊള്ളാം. നല്ലൊരു കാര്യം, നല്ലൊരു മെസ്സേജ് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയുള്ളത്, നമ്മുടെ എല്ലാവരും ട്രോളിൽ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ടാവും. എവിടെ ചെന്നാലും ഒരു വള്ളി പിടിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് വിക്രം പ്രഭുവിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരൻ. സിനിമ കണ്ടവർക്കറിയാം, പേരിൽ എന്തെങ്കിലും ഒരു വള്ളിയും പിടിച്ച് വാങ്ങി വെച്ച് അടിയും ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ശരി, ഓക്കെ, നമ്മുടെ ലൈഫിലുള്ളതുപോലെ തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. അതങ്ങനെയാണ്. അല്ലാതെ വേറെ ആ സിനിമയിൽ കുറിച്ച് വേറെ നെഗറ്റീവ് പറയാനായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഒരു നല്ലൊരു സിനിമയാണ്. പിന്നെ അപ്പോൾ മറ്റേ വള്ളി പിടിച്ചിരുന്ന പോലീസുകാരനെ പറഞ്ഞില്ലേ, അപ്പോൾ ആ പുള്ളിക്ക് ഈ പയ്യൻ ഉള്ളതുകൊണ്ട് ആ പയ്യൻ എപ്പോഴായാലും ഓടിപ്പോൾ അല്ലെങ്കിൽ തല്ലും എന്നുള്ള രീതിയിൽ ആ ഗൺ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കാം ആ സമയത്ത് ഉണ്ടായിരുന്ന അവർക്ക് മറ്റുള്ള മതക്കാരുടെ മേലിൽ അല്ലെങ്കിൽ പരസ്പരം എന്തൊക്കെയാണ് അവരുടെ മനസ്സിലുണ്ടാവുക എന്നുള്ള ഒരു മെസ്സേജ് അവർ തരുന്നുണ്ട്. അപ്പം വേറൊരാളുടെ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ല, അവരെല്ലാവരും ഒന്നാണ് എന്നുള്ളത് കാണിക്കുന്നത് വേറൊരു പോലീസുകാരനെ കാണിക്കുന്നുണ്ട്. ഞാനും മുസ്ലിമാടോ എന്നൊക്കെ പറയുന്ന സീൻ, ആ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള സീൻ, കുറച്ച് മിനിറ്റേ ഉള്ളൂ, 1-2 മിനിറ്റേ ഉള്ളൂ അതൊക്കെ. അതുകൊണ്ടെങ്കിലും അതൊക്കെ നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. നല്ലൊരു മെസ്സേജ് ആ ഒരു സീനിലൂടെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഇമോഷണൽ ടച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ലാസ്റ്റ് ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്ക് വണ്ടി ഇടിച്ച് ആ കൊച്ച് മരിക്കുന്നത് പോലെ ഉള്ള ഒരു ഫീലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഒരുമാതിരി ആയിപ്പോവും, ഡെസ്പായിപ്പോവും. പക്ഷേ മരിക്കുന്നില്ല എന്ന് നമ്മൾ കാണിച്ചതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയൊരു ഹാപ്പിനെസ് അത് വളരെ വലുതാണ്. അപ്പോൾ ഞാനൊക്കെ വിളിച്ചു, മരിച്ച് ഇനി എന്താ ഇനി ഇങ്ങോട്ട് അവർ പറയാൻ പോവുക,
അല്ലെങ്കിൽ ആ പയ്യൻ ഇതേപോലെ കാത്തിരിക്കുന്നില്ലേ എന്നുള്ളൊരിത് എന്താ നമുക്കിനി എന്താ അടുത്ത് ഉള്ളൊരിതൊന്നും അറിയത്തില്ല. സിനിമ അപ്പോഴേ അങ്ങനെ ഒരു മരണപ്പെട്ടു എന്നുള്ളൊരു ക്ലൈമാക്സാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ അത്രയ്ക്ക് വാഴ്ത്തപ്പെടുമോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ലാസ്റ്റ് മരണപ്പെട്ടിട്ടില്ല, വണ്ടിയുടെ അടിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ സങ്കടം നല്ലൊരു ഹാപ്പിനെസ്സിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിപ്പോൾ സിനിമ ഡയറക്ടർ അവരെടുത്തിട്ടുള്ള അല്ലെങ്കിൽ കഥ എഴുതിയ ആളൊക്കെ നല്ല മനസ്സറിഞ്ഞ് എഴുതിയിട്ടുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പലരുടെയും ലൈഫിലുണ്ടായിരിക്കും ഇതേപോലെ ഓരോ ഇഷ്ടപ്പെടുന്ന ഒരാൾ. അപ്പോൾ 5 വർഷമായി ഈ കോടതി വരാന്തയിൽ കയറി ഇറങ്ങുമ്പോൾ അവനെ കാണാൻ വേണ്ടി മാത്രം ആ പയ്യൻ ഡേറ്റ് വിളിച്ച് പറയുന്നത് കൃത്യം ആ ഡേറ്റ് സമയമാകുമ്പോഴത്തേക്ക് ആ പെൺകുട്ടി വന്ന് നിൽക്കുന്നു. എന്തൊക്കെയല്ലേ അതൊക്കെ എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കുക, അത് അനുഭവിച്ച് തന്നെ അറിയണമെന്ന് തോന്നി. അത് കാണാൻ വേണ്ടി മാത്രം ഈ കോടതി വരാന്തയിൽ 5 വർഷമായിട്ട് ആ സമയം ആ ഡേറ്റിന് മാത്രം വരുന്നു. പക്ഷേ പലപ്പോഴും കോടതിയിൽ കാണിക്കുന്നത് ഒരു തെറ്റ് തന്നെയാണ്. ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം ഇവർ കുറ്റവാളി എന്ന് പറഞ്ഞ് വച്ചേക്കുന്നത്. അപ്പോൾ വിചാരണയോ വക്കീലിൻ്റെ വാദമോ ഒന്നും കേൾക്കാതെ ചെല്ലുന്നു, ആ പോലീസുകാരൻ്റെ അടുത്ത് വരേണ്ട ഡേറ്റ് എഴുതി വിടുന്നു. ഇങ്ങനെ വർഷങ്ങളോളം കടന്നു പോകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ അത് ആ കുറ്റവാളി നിരപരാധിയാണെങ്കിൽ അപ്പോൾ അത് കോടതി ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റാണ്. അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോയൊരു തെറ്റിൻ്റെ പേരിലായിരിക്കാം ചെല്ലുക, പോലീസുകാരൻ്റെ അടുത്ത ഡേറ്റ് എഴുതി കൊടുത്തു വിടുക, തിരിച്ചു വരിക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ പ്രതിക്ക് പറയാനുള്ളതോ അല്ലെ വക്കീലിന് വാദം അങ്ങനെയുള്ളതൊക്കെ ഒന്നും നടക്കുന്നില്ല. അവിടെ നീണ്ടങ്ങ് പോവുക വർഷങ്ങളോളം. അപ്പോൾ അതൊക്കെ എന്താ പറയുക, സിസ്റ്റം. ശരി, അപ്പോൾ സിനിമയെക്കുറിച്ച് വേറൊന്നും അറിയില്ല. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലിട്ടാലും നന്നായിരിക്കും.